നമസ്കാരം. സ്വന്തം നാട്ടിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം എത്തുമ്പോൾ അത് കെങ്കേമമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പൊതുപരീക്ഷയുടെ മുന്നൊരുക്കങ്ങളും പാർട്ടി സമ്മേളനങ്ങളും ഉൾപ്പെടെയുള്ള തിരക്കുകളും വിവാദങ്ങളും വേറെ നടക്കുന്നുണ്ട്. കലോത്സവം വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയുള്ള കേന്ദ്ര സർക്കാർ വിജ്ഞാപനം കലോത്സവം കെങ്കേമമാക്കാൻ വിവിധ തലത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ 19 സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. കാവാലം ശ്രീകുമാറിന്റെ സംഗീത സംവിധാനത്തിൽ സ്വാഗത ഗാനത്തിന് കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് ദൃശ്യാവിഷ്കാരം ഒരുക്കുന്നത്. തദ്ദേശ കലകളും ഇത്തവണ കലോത്സവത്തിലുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. ഇത്തവണയും ഭക്ഷണത്തിന്റെ ചുമതല പഴയിടം മോഹനൻ നമ്പൂതിരിക്ക് തന്നെയാണ്. ഇത്തവണ കലോത്സവ കായികോത്സവ വാർത്തകളും ചിത്രങ്ങളും ലേഔട്ടുകളും ചേർന്നുള്ള എക്സിബിഷനുകളും സംഘടിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉദ്ഘാടന സമ്മേളനവും പ്രതിപക്ഷ നേതാവ് സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം ടൊവിനോ തോമസ് ആണ് സമാപന സമ്മേളനത്തിന്റെ മുഖ്യ അതിഥി. തിരുവനന്തപുരം തീർച്ചയായും കലകളെ സ്നേഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമാണ്. വൻ ജനപങ്കാളിത്തമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതീക്ഷിക്കുന്നത്. കലോത്സവത്തിന്റെ ഓരോ നിമിഷവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് മികച്ച സൗകര്യമാണ് ഏർപ്പെടുത്തുന്നത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനം കുട്ടികളുടെ പക്ഷത്തു നിന്ന് മാത്രമേ കേരളം പരിഗണിക്കുകയുള്ളൂ എന്നും മന്ത്രി പറയുന്നുണ്ട്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന 5ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും പൊതുപരീക്ഷകൾ കുട്ടികളെ പരാജയപ്പെടുത്തുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ നയമല്ല, മറിച്ച് പാഠ്യപദ്ധതി നിഷ്കർഷിക്കുന്ന തരത്തിൽ ഓരോ ക്ലാസ്സിലും ഓരോ കുട്ടിയും നേടേണ്ട ശേഷികൾ നേടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. സർക്കാർ ഇതിനകം തന്നെ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഇക്കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷ മുതൽ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. 8, 9, 10 ക്ലാസ്സുകളിലും നിശ്ചിത ശേഷികൾ നേടാത്തവർക്കായി പ്രത്യേക പഠന പിന്തുണ പരിപാടികൾ സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുകയും ഈ ശേഷികൾ നേടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ സർക്കാർ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും ഒരുക്കമല്ല. കുട്ടികളെ തോൽപ്പിക്കുകയല്ല, എല്ലാ വിഭാഗം കുട്ടികളെയും ചേർത്തു നിർത്തുക എന്ന നയമാണ് കേരള സർക്കാരിൻ്റെത്. ഒരു വിഭാഗം വിദ്യാർത്ഥികളെ ഒഴിവാക്കുന്ന രീതിക്കെതിരെ എന്നും കേരളം മുന്നിലുണ്ടാകും. സ്കൂളുകളിലെ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ നിർഭാഗ്യകരമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ നിർഭാഗ്യകരമായ സംഭവങ്ങൾ മതേതര കേരളത്തിന്റെ മനസാക്ഷിക്ക് തന്നെ വെല്ലുവിളി ഉയർത്തുന്നതാണ്. ഇത്തരം ആളുകളെയും ആശയത്തെയും കേരള ജനത അവജ്ഞയോടെ തള്ളിക്കളയും. മതനിരപേക്ഷതയുടെ ഉറച്ച കോട്ടയാണ് കേരളം. അത് തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജനാധിപത്യപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും ശിവൻകുട്ടി പറയുന്നു.